ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലും വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലും മത്സ്യ ഫെഡിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. 5ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമായി നിർഭയ സെല്ലിന് കീഴിലുള്ളതും രണ്ടത്താണി യുവത കൾച്ചറൽ ഓർഗനൈസേഷൻ്റെ മേൽനോട്ട ചുമതലയിലുള്ളതുമായ തവനൂർ എൻട്രി ഹോം ഫോർ ഗേൾസ് എന്ന സ്ഥാപനത്തിലെ വിവിധ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട്. എല്ലാ തസ്തികകളിലും ഓരോ ഒഴിവ് വീതമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പോസ്റ്റും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നോക്കാം. ആദ്യം ഹോം മാനേജർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. പ്രതിമാസ വേതനം 22,500 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് ഫീൽഡ് വർക്കർ കം കേസ് വർക്കർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് MSW അല്ലെങ്കിൽ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജിയിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. പ്രതിമാസം 16,000 രൂപയാണ് ലഭിക്കുക. അടുത്തത് കെയർ ടേക്കർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് +2 ആണ്. പ്രായം 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 30നും 45 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രതിമാസം 12,000 രൂപ ലഭിക്കുന്നതാണ്. അടുത്തത് പാർട്ട് ടൈം സൈക്കോളജിസ്റ്റ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് സൈക്കോളജിയിലുള്ള ബിരുദാനന്തര ബിരുദവും 1 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. പ്രതിമാസം 12,000 രൂപയാണ് വേതനം ലഭിക്കുക. അടുത്തത് കുക്ക് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് ആണ്. പ്രായം 25 വയസ്സിന് മുകളിലാണ്. പ്രതിമാസ വേതനം 12,000 രൂപയാണ്. അടുത്തത് പാർട്ട് ടൈം ലീഗൽ കൗൺസിലർ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് LLB ആണ്. പ്രതിമാസ വേതനം 10,000 രൂപയാണ് ലഭിക്കുന്നത്. അടുത്തത് സെക്യൂരിറ്റി പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ SSLC ആണ്. പ്രതിമാസ വേതനം 10,000 രൂപയാണ്. അടുത്തത് ക്ലീനിങ് സ്റ്റാഫ് പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 5ാം ക്ലാസ് ആണ്. പ്രായം 25 വയസ്സിന് മുകളിലാണ്. പ്രതിമാസ വേതനം 9,000 രൂപയാണ് ലഭിക്കുക. പ്രവൃത്തി പരിചയമുള്ളവർക്ക് എല്ലാ തസ്തികകളിലും മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുന്നവർ വെള്ളപ്പേപ്പറിൽ ഫോട്ടോ സഹിതം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം നിങ്ങളുടെ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ, ആധാറിൻ്റെ പകർപ്പ് എന്നിവ സഹിതം യുവത കൾച്ചറൽ ഓർഗനൈസേഷൻ @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അല്ലെങ്കിൽ സെക്രട്ടറി, ശാന്തി ഭവനം, പൂവഞ്ചിന, രണ്ടത്താണി PO 676510 എന്ന വിലാസത്തിലോ ജൂലൈ 12 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിൽ മത്സ്യ ഫെഡിന് കീഴിൽ പറവണ്ണയിൽ ആരംഭിക്കാനിരിക്കുന്ന പെട്രോൾ ഡീസൽ ബങ്കിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ സെയിൽസ് അസിസ്റ്റന്റിനെ നിയമിക്കുന്നുണ്ട്. SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നിയമനത്തിനായി ജൂലൈ 10 പകൽ 11 മണിക്ക് മത്സ്യ ഫെഡിൻ്റെ തിരൂർ KG പടിയിലുള്ള ജില്ലാ ഓഫീസിൽ വെച്ച് വോക്കിൻ ഇൻ്റർവ്യൂ നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്വയം തയ്യാറാക്കിയ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാവണം. അടുത്തത് വയനാട് ജില്ലയിൽ സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിലെ മാനന്തവാടി താഴെയങ്ങാടി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 20നും 50നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. അപേക്ഷകൾ ജൂലൈ 11 വൈകിട്ട് 4 മണിക്കകം സമർപ്പിക്കണം. അപേക്ഷാ ഫോം മീനങ്ങാടി ഡിവിഷൻ ഓഫീസിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് വയനാട് ജില്ലയിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 15, 20, 21, 22 വാർഡുകളിൽ ആശാപ്രവർത്തകരെ നിയമിക്കുന്നുണ്ട്. അതാത് വാർഡ് പരിധിയിലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള 25നും 45നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായി ജൂലൈ 11 രാവിലെ 10:30 പഞ്ചായത്ത് ഹാളിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.